പാലിലാണ് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എത്രയാണോ പരിപ്പ് എടുക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്യിലോ നമ്മൾ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ എന്തിലെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കഴുകിയിട്ട് ഇതേപോലെ ആദ്യം തേങ്ങാപ്പാലിൽ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഏകദേശം ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് ശർക്കരപ്പാനി ഇതിലേക്ക് ലയിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതേപോലെ അടിഭാഗം ഒഴിച്ചു കൊടുക്കാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടാകും ശർക്കരയിൽ. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഇതേപോലെ ശർക്കരയിൽ കാണുന്നത് പോലെ പൊടികളൊക്കെ ഉണ്ടാകും. നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം മധുരം പാകത്തിനാണോ എന്ന് നോക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു 4-5 ആണി ശർക്കര ഇതേപോലെ എടുക്കാവുന്നതാണ്. നിങ്ങളെ മധുരത്തിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ ആദ്യ പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായി വെന്തതിന് ശേഷം മാത്രം വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തീ ഒന്ന് ചെറുങ്ങനെ ഒന്ന് തിളയ്ക്കാൻ പാടില്ല, പക്ഷേ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. പരിപ്പും പായസം ഇവിടെ റെഡി ആക്കിയിട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പും പായസമാണ്. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് നന്നായിട്ട് നമ്മൾ നെയ്യിൽ എന്തെങ്കിലും